ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇതൊരു വാഹനത്തിൻ്റെ പുതിയ ഡിസ്ക് ബ്രേക്കിൻ്റെ ഡിസ്ക്കാണ് ഈ കാണുന്നത്. ഇത് റീപ്ലേസ്മെൻറ്റ് ചെയ്തതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കാണുന്നത് എന്താണെന്ന്. ഇത് പഴയ ഡിസ്ക് പോളിഷ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. അതിന് സ്കിമ്മിങ് എന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ ലേത്തി കൊടുത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തുള്ള എല്ലാ ഷോറൂമുകളിലും ലോക്കൽ ഗ്യാരേജുകളിലും ഈ ഒരു മെഷീൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതെന്താ ചെയ്തെടുക്കുന്നതെന്ന്. ഇത് ഡിസ്ക് ബ്രേക്കിൻ്റെ ഹബ്ബോർഡ് കണക്ട് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡിസ്ക്കും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും. അതിനുശേഷം ഈ മെഷീനകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഗ്രൈൻഡ് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ഒരു ടൂളുണ്ട്. അത് ഈ ഡിസ്കുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പോളിഷായി കിട്ടും. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ലെയ്ത്തിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മെഷീൻ കൊണ്ട് ചെയ്യാറുണ്ട്. ഇത് ചെയ്യുമ്പോൾ നല്ലപോലെ പോളിഷായി കിട്ടുകയും ആ താഴെ കാണുന്ന ട്രേയിലേക്ക് പോളിഷായി വീഴുകയും ചെയ്യുന്നു. ഇതിങ്ങനെ പോളിഷ് ചെയ്യേണ്ട ആവശ്യമെന്ന് പറഞ്ഞാൽ ലോങ് ഒക്കെ പോകുന്ന വാഹനമാണെങ്കിൽ ഈ ഡിസ്ക് ബ്രേക്കുള്ള വാഹനങ്ങളിൽ അതിൻ്റെ ഡിസ്ക് ഇതുപോലെ തേയാൻ സാധ്യതയുണ്ട്. സെൻറ്റർ വെച്ച്, അതായത് ബ്രേക്ക് പാഡ് അപ്ലൈ ചെയ്യുന്ന ഭാഗമായിരിക്കും പെട്ടെന്ന് തേയുന്നത്. അപ്പോൾ ആ തേഞ്ഞ് പോയ ഭാഗവും അതിൻ്റെ മുകളിലത്തെ ഭാഗവും സെയിം പ്രതലമാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പോളിഷ് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഒരുപാട് തേഞ്ഞു പോയ ഡിസ്ക് ആണെങ്കിൽ, സെൻറ്റർ ഭാഗം നല്ലപോലെ കുഴിഞ്ഞു പോയ ഡിസ്ക് ആണെങ്കിൽ അത് പൊതുവേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നീട് ഇത് കംപ്ലൈൻ്റ് ആവാൻ വേറെയും കാര്യമുണ്ട്. ബ്രേക്ക് പാഡ് തീർന്ന് അതിൻ്റെ മെറ്റൽ ഡിസ്കിൽ പിടിക്കുമ്പോഴും അത്രയും ഭാഗം ഗ്രൈൻഡായി പോകാനും ഇടയുണ്ട്. അങ്ങനെയുള്ള വാഹനങ്ങളിലെ ഡിസ്ക്കും ഇതുപോലെ പോളിഷ് എടുക്കാറുണ്ട്. ഇത്ര ഒരു കണക്കുണ്ട് ഇതിൻ്റെ ഡിസ്കിൻ്റെ ലെങ്ത്. അപ്പം അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യില്ല. കാരണം പുതിയത് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ചെറിയ രീതിയിലുള്ള രീതിയാണെങ്കിൽ ഇതുപോലെ പോളിഷ് ചെയ്ത് പുതിയ ഡിസ്ക് പോലെ ആക്കിയെടുക്കും. ഇതിപ്പം കാണുന്നത് ഇതുപോലെ സ്കിമ്മിങ് ചെയ്ത ഡിസ്ക്കാണ്. അപ്പോൾ സ്കിമ്മിങ് ചെയ്യുമ്പോൾ പുതിയ ബ്രേക്ക് പാഡ് തന്നെ മാറുന്നതായിരിക്കും ബെറ്റർ. അതായത് പഴയ ബ്രേക്ക് പാഡ് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ചെറിയൊരു അറിവാണ്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.